السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. ബഹുമാനമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുവാനുമുള്ള താല്പര്യത്തോടു കൂടി ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വ പുലർത്തി ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തത്തെ മറക്കാതെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ, മതം പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു പുതിയ സംരംഭം, അറിവ് പഠിക്കുവാനുള്ള പുതിയൊരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ചേർന്നിട്ടുള്ളത്. മതം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത ആളുകളാകാനുള്ള ഭാഗ്യം ദീന് പഠിക്കുന്നവർക്കും അത് പ്രാവർത്തികവൽക്കരിക്കുന്നവർക്കുമാണ് എന്ന് നമ്മൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മതം പഠിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കാനിരിക്കുന്ന വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമാണ്. കേവലം ക്ലാസ്സിനപ്പുറത്ത് പഠിച്ച് അത് മനസ്സിരുത്തി അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര കാലമെടുത്താലും ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ നിലവിലുണ്ട്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഓരോ മദ്ഹബിലും, ഹംബലി മദ്ഹബിൽ രചിക്കപ്പെട്ട ഫിഖ് കിതാബുകളുണ്ട്, മാലിക്കി മദ്ഹബിൽ രചിക്കപ്പെട്ട കിതാബുകളുണ്ട്, ഷാഫിഈ ഫിഖ്ഹിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, ഹനഫി ഫിഖ്ഹിലും എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. 4 മദ്ഹബിന്റെയും ഫിഖ്ഹുകൾ ക്രോഡീകരിക്കപ്പെട്ട, അവയെ പരസ്പരം താരതമ്യം ചെയ്യുന്ന അൽ ഫിഖ്ഹുൽ മുഖാറന എന്നറിയപ്പെടുന്ന വിഷയമുണ്ട്. അതേപോലെ തന്നെ ഉസൂലുൽ ഫിഖ്ഹ്, ഈ ഫിഖ്ഹിന്റെ അടിസ്ഥാന ഖായിദകൾ വിശദീകരിക്കുന്ന ഇൽമുണ്ട്.
നമ്മളിവിടെ പഠിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം അൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ എന്ന വിഷയമാണ്. ഫിഖ്ഹിൽ ഒരുപാട് മേഖലകൾ ഉണ്ടെങ്കിലും നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം അൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ എന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് ഏതാനും ചില ആമുഖങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ അതിൻ്റെ പ്രധാന വശങ്ങളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മശാസ്ത്രം എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമാണ് കർമ്മശാസ്ത്രം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള സകല കാര്യങ്ങൾക്കും ഇസ്ലാമിക ശരീഅത്തിൽ വിധികളുണ്ട്, ശരിതെറ്റുകളുണ്ട്. അതിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തായതുണ്ട്, അനുവദിക്കപ്പെട്ടതുണ്ട്, കറാഹത്തുള്ളതുണ്ട്. അതേപോലെ തന്നെ ഹറാമായ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത് എന്ന് കൃത്യമായി നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഫിഖ് പഠനത്തിനും ശേഷം ഒരു മതവിദ്യാർത്ഥി പഠിക്കുന്ന, പൊതുവെ മതവിദ്യാർത്ഥികൾ ഫിഖ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിന് വാർപ്പിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി, ഖവാഇദുൽ ഫിഖ്ഹിയ കൂടി പഠിച്ചാലാണ് അവന്റെ ഫിഖ് പഠനം പൂർത്തിയാവുക എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾക്ക് കാണാം. ഖവാഇദുൽ ഫിഖ്ഹിയ എന്താണ്? അൽ ഖവാഇദുൽ ഫിഖ്ഹിയ നമ്മൾ പഠിക്കാനിരിക്കുകയാണല്ലോ. അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പദങ്ങളാണ് അതിൽ ഉള്ളത്. ഒന്ന് അൽ ഖവാഇദ്. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുവചനമാണ്. അതിന്റെ ഏകവചനം ഖാഇദത്തുൻ എന്നുള്ളതാണ്. ഖാഇദത്തുൻ നമ്മൾ പൊതുവെ അടിസ്ഥാനം എന്നൊക്കെ പറയും. വീടിന്റെ അടിസ്ഥാനം. നമ്മൾക്കൊരു ഖാഇദ വേണം, നമ്മൾക്കൊരു അടിസ്ഥാനം വേണം. ഈ ഖാഇദ എന്നുള്ളത് പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ അർത്ഥം പൊതുനിയമം എന്നാണ്. പൊതുനിയമം. ഫിഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർമ്മശാസ്ത്രം. നമ്മളുടെ അമലുമായി ബന്ധപ്പെട്ട് അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിൻ്റെ ഹുക്കുമുകൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും വാജിബ് ഏത്, സുന്നത്ത് ഏത് എന്ന് പഠിക്കുന്ന, വളരെ വിശദമായി പഠിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്. ഫിഖ്ഹിയ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായ പൊതുനിയമങ്ങൾ. കർമ്മശാസ്ത്രപരമായ പൊതുനിയമങ്ങൾ, അങ്ങനെ നമുക്ക് അർത്ഥം വെക്കാം. ഈ പൊതുനിയമത്തിന് കീഴെ ഒരുപാട് ദീനിന്റെ ഹുക്കുമുകൾ വരും. നമ്മുടെ നാട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യം എന്നോടും അതുപോലെ തന്നെ എല്ലാവരോടും കൂടിയുള്ളതാണ്. ഇത് കേൾക്കുന്ന എല്ലാവരോടും, റെക്കോർഡ് ചെയ്തപ്പെട്ട് പിന്നെ അത് കേൾക്കുന്ന എല്ലാവരോടും, മുമ്പിലിരിക്കുന്നവരോടും ഒക്കെ. നമ്മുടെ നാട്ടിൽ മതത്തിന്റെ വിഷയത്തിൽ എല്ലാവരും അഭിപ്രായം പറയും. ദീന്റെ വിഷയത്തിൽ അതിലൊരു പേടിയോ ഭയമോ അല്ലെങ്കിൽ അതിലൊരു തെറ്റായി പോകുമോ, അള്ളാഹു എന്നോട് കോപിക്കുമോ എന്നൊന്നും വിചാരിക്കാതെ, ചിലപ്പോൾ മതത്തിന്റെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ, ഖുർആനോ ഹദീസോ നേരാവണ്ണം പഠിക്കാതെ മതത്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഒരു പ്രവണത പൊതുവെ ഉണ്ടാകാറുണ്ട്. അവിടെ ആർക്കും എന്തും പറയാന്നുള്ളതാണ്. ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ കുറിച്ച് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെൽബീസു ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ, തെൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഇബ്ലീസ് എങ്ങനെയാണ് നമ്മളെ പേപ്പിക്കുക എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാട്ടിൽ ചെന്നപ്പോ ആ നാട്ടില് എല്ലാ ജോലിക്കാർക്കും എല്ലാ ജോലികൾക്കും അതിന് പ്രത്യേകമായ ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോ വൈദ്യശാസ്ത്രം, അവിടെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട്. ഇനി ഒരു മരപ്പണിയാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ അവിടെ മറ്റൊരാൾ അഭിപ്രായം പറയാൻ അവരെ അനുവദിക്കൂല. എന്നാൽ അദ്ദേഹം അത്ഭുതത്തോടെ പറയുന്നു, അള്ളാഹുവിന്റെ ദീനിൽ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ അഭിപ്രായങ്ങളും പറയുന്ന ഒരു പ്രവണതയാണ് പണ്ടുള്ളത് ഇന്നുള്ളത്. അപ്പൊ അത്
പിന്നെ നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നൊരു മേഖല നമ്മൾ വിശദമായി പഠിക്കാതെ അള്ളാഹുവിന്റെ ദീനിൽ പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഉണർത്തുന്ന ഒരു വിജ്ഞാനം കൂടിയാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ. കാരണം ഒരു പണ്ഡിതന് ഫത്വ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരാളൊരു പ്രശ്നം ഉന്നയിച്ചാൽ അതിന് ഇങ്ങനെയാണ് അത് ദീനിൽ അതിന്റെ മതവിധി എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഖവാഇദുൽ ഫിഖ്ഹിയ അറിഞ്ഞിരിക്കണം. ദീനിന്റെ പൊതുവായ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, ശരീഅത്തിന്റെ പൊതുവായ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ അയാൾക്ക് ശരിയായി ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള നിയമങ്ങളുടെ കീഴെ വരുന്ന സകലത്തിനും അതേ നിയമം കഴിയും. അതിൽ 1-2 മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും അള്ളാഹുവിന്റെ കലാമിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുത്ത ഇത്തരത്തിലുള്ള പൊതു നിയമങ്ങളാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയയിൽ നമ്മൾ ചർച്ച ചെയ്യുക. അത് ഓരോന്നും വിശദമായി പഠിക്കേണ്ടതാണ്. ഓരോന്നിന് കീഴിലും എത്രയോ കണക്കിന് ശരീഅത്തിലെ ഓരോ അബ്വാബുകളിൽ ഓരോ ത്വഹാറത്തിൽ, നിസ്കാരത്തിൽ, നോമ്പിലൊക്കെ വരുന്നത് ചിലപ്പോൾ ഒറ്റ ഖായിദ പഠിച്ചാൽ ഇനി പുതിയൊരു പ്രശ്നം വരികയാണ്. നമ്മുടെ നാട്ടിൽ പുതിയൊരു പ്രശ്നം വരുമ്പോൾ അതിലെങ്ങനെ വിധി കൊടുക്കണം അതൊക്കെ അറിയണമെങ്കിൽ ഈ പൊതു നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പൊതു നിയമത്തിന് കീഴിൽ അതിന് കീഴെ നമ്മൾക്ക് പല ഹുക്കുമുകളും കണ്ടെത്താനും അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന അല്ലെങ്കിൽ ദീനിൽ അത്രത്തോളം എത്തിയ ആളുകൾക്ക് വിധി കൊടുക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മനസ്സിലാകും. അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഹനഫി ഫിഖ്ഹിലുള്ള ഖവായിദുൽ ഫിഖ്ഹിയിലുള്ള ഗ്രന്ഥങ്ങളാണ് ഉസൂലുൽ കർഹി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, തഅസീസുൻ നദർ എന്ന് പറയുന്ന ഗ്രന്ഥം, അൽ അഷ്ബാഹു വൻ നദായിർ ഇബ്നു ജൈമിന്റെ അൽ അഷ്ബാഹു വൻ നദായിർ എന്നുള്ള ഗ്രന്ഥം, മാലിക്കി മദ്ഹബിൽ കിതാബുൽ ഫുറൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, അൽ ഖവാഇദ്, അതേപോലെ തന്നെ ഈവാഹുൽ മസാലിക്, ഷാഫിഈ ഫിഖ്ഹിൽ ഖവാഇദുൽ അഹ്കാം, അൽ അഷ്ബാഹു വൻ നദായിർ, അൽ അഷ്ബാഹു വൻ നദായിർ സുയൂത്തിയുടെ ഗ്രന്ഥം, ഹംബലി ഫിഖ്ഹിൽ അൽ ഖവാഇദുൻ നൂറാനിയ ഇബ്നു തൈമിയയുടെ, അതേപോലെ തന്നെ അൽ ഖവാഇദ് വൽ ഉസൂൽ അൽ ജാമിഅ അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദിയുടെ. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, ചിലപ്പോൾ അതിലധികവും 1000-ഓളം എത്തുന്ന അതിലപ്പുറം എത്തുന്ന ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്, വലിയ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഒരു പഠനം ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു ഗ്രന്ഥം നമുക്ക് തുടങ്ങി അത് വിശദമായി പഠിച്ച് ഇങ്ങനെ വലുതിലേക്ക് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് ചെല്ലുക. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അത് കൃത്യമായി പഠിക്കാനും, പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്നവർക്ക് നല്ല സഹായമാണ് ഇത്തരത്തിലുള്ള ഖായിദകൾ പഠിക്കുക എന്നുള്ളത്. കാരണം 1, 2, 3 മതവിധികൾ 4, 5, 6, 7, 8 മതവിധികൾ പഠിക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു 10 മതവിധികൾ പഠിക്കുന്നതിന് പകരം ഒരു ഖായിദ പഠിച്ചാൽ തന്നെ ആ മതവിധികളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കുട്ടിക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഈ മത പഠിക്കുന്ന കുട്ടിയാകട്ടെ മതവിദ്യാർത്ഥിക്ക് ലഭിക്കും. അതെത്ര പ്രായമുള്ളവരാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അതിന് തൗഫീഖ് നൽകട്ടെ എന്നാണ് ആമുഖമായി പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം, ആദ്യം നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം ഇൻഷാ അല്ലാഹു തആല, ആദ്യം നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം ഒരു മതം പഠിക്കുന്ന വിദ്യാർത്ഥി, നമ്മളെല്ലാവരും മതം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതിൽ പ്രായ വ്യത്യാസമല്ല. സാലിഹ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം പ്രായമായപ്പോഴാണ് അറിവ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ. അതേപോലെ തന്നെ പിന്നെ ചെറുതിലേ മതം പഠിക്കുന്നവരുണ്ട്. എന്തായാലും മതം ആഴത്തിൽ പഠിക്കണം. ദീൻ ആഴത്തിൽ പഠിച്ചാലാണ് നമ്മൾക്ക് അതിൻ്റെതായ ഒരു യഖീനും ആ ഒരു ഉറപ്പും അതേപോലെ തന്നെ ദീനിനോട് അതിയായ മഹബത്തും നമ്മൾ കുറച്ചുകൂടി വിനയപ്പെടാനൊക്കെ നമ്മൾക്ക് സാധിക്കുക. ആഴത്തിൽ പഠിക്കണം. കാരണം നമ്മുടെ ഉസ്താദുമാർ എപ്പോഴും നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മതം പഠിക്കുന്നവർക്ക് 3 ഘട്ടങ്ങൾ പൊതുവുണ്ട്. ആദ്യ ഘട്ടത്തിൽ എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ തോന്നും, എല്ലാം മനസ്സിലായി, ഞാനെന്തോ വലിയൊരു സംഭവമാണ്, ആ ഒരു അർത്ഥത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് ചവിട്ടുപടി എത്തുമ്പോൾ
കുറച്ചുകൂടിയൊക്കെ പഠിക്കാനുണ്ട് എന്നാണ് മനസ്സിലാവുക. കുറച്ചുകൂടിയൊക്കെ പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാവും. അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് മതം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുക ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മതം അത്രത്തോളം ആഴത്തിലുള്ളതാണ്. നമ്മൾ പൊതുവെ നമ്മളുടെ നാട്ടിലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് തന്നെ നമ്മൾ സാധാരണ ഒരു അടിസ്ഥാനം എന്ന് കൊടുക്കുന്നത് +2 വരെയുള്ള വിദ്യാഭ്യാസമാണ്. +2 12 കൊല്ലം അതിന് ചെലവാക്കുന്നുണ്ട്. അപ്പൊ മതം അതിന്റെ ഒരു അടിസ്ഥാനമായി പഠിക്കാൻ ഒരു 8-9 കൊല്ലം 10 കൊല്ലം അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ, കൃത്യമായി ഭാഷ, അതേപോലെ തന്നെ കൃത്യമായി അങ്ങനെ ഒരു 10 കൊല്ലം നമ്മൾക്ക് ആവശ്യമുണ്ട്. ക്ഷമയോടെ നിന്നാൽ അതായത് പെട്ടെന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നത് വളരെ കൃത്യമായി പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഫിഖ്ഹിന്റെ വിഷയങ്ങളിൽ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഗാധ പണ്ഡിതനായിരുന്ന, അഗാധ ജ്ഞാനിയായിരുന്ന ഒരു മഹാപണ്ഡിതന്റെ ഒരു ചെറിയ ഗ്രന്ഥമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങുന്നത്. അദ്ദേഹം മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഅദി, അദ്ദേഹത്തിന്റെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി ഹിജ്റ 1307 ജനിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് പറയാലോ, പണ്ഡിതന്മാരെ കുറിച്ച്. ഹിജ്റ 1307 ജനിച്ചു. ഇത് എത്രയാണ് വർഷം? 1447 കടന്നില്ലേ? ഇന്ന് മുഹറം 2 എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. മുഹറം തുടങ്ങി 1447 കടന്നു. 1446 കൊല്ലം നമ്മൾ ഹിജ്റ വർഷം കഴിഞ്ഞു പോയി. 1447 കടന്നു. അപ്പോൾ ഹിജ്റ 1307 അബ്ദുറഹ്മാൻ ബിൻ നാസിർ ബിൻ അബ്ദില്ല സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് എന്ന് കാണാം. അങ്ങനെ അദ്ദേഹം മതം പഠിച്ചു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ തന്നെ കർമ്മശാസ്ത്രം പഠിക്കുകയും അങ്ങനെ വലിയ ഉസൂലിയായി കർമ്മശാസ്ത്രത്തിലും അതിൻ്റെ ഉസൂലുകളിലും ഒക്കെ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതനായി അദ്ദേഹം വളർന്നു. അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു, സാഹിദായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു. നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിൽ ഇൽമുണ്ടായിരുന്നു, ദഅവത്തും ഉണ്ടായിരുന്നു, ഉസ്വത്തും ഉണ്ടായിരുന്നു. മാതൃകയുള്ള പണ്ഡിതനായിരുന്നു, മാതൃക യോഗ്യനായ പണ്ഡിതനായിരുന്നു. കേവലം ക്ലാസ് എടുക്കലോ അല്ലെങ്കിൽ മഅലൂമാത്ത് വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കലോ മാത്രമല്ല, അദ്ദേഹം ആളുകൾക്ക് മാതൃകയായ ഒരു പണ്ഡിതനായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് സൗദി അറേബ്യയിൽ പിന്നീട് അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരൊക്കെ. ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. അതേപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് സൽമാൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഷെയ്ഖ് അബ്ദുല്ലാ ബിൻ അബ്ദുറഹ്മാൻ അൽ ബസ്സാം, ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ ഉണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 15ഓളം ഉപകാരപ്രദമായ കിതാബുകൾ രചിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ 15 അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ സൗദി അറേബ്യയിലെ ലൈബ്രറിയിൽ കണ്ടിട്ടുണ്ട്. ഒരു 25 വാള്യമുള്ള ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ ശേഖരമാണത്. 25 വാള്യമുള്ള നാസിർ സഅദിയുടെ ഒരു ഗ്രന്ഥശേഖരം കണ്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഹിജ്റ 1376 മരണപ്പെട്ടു. 1307 ജനിച്ച് ഹിജ്റ വർഷം 1376 അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ്. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് മൻദൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്നാണ്. അതിൽ ഖവാഇദുൽ ഫിഖ്ഹി അദ്ദേഹം നസ്മാക്കിയിട്ടുണ്ട്. നസ്മ എന്ന് പറഞ്ഞാൽ ഒരു കവിത, ഒരു കോർവയൊത്ത് നമ്മളിങ്ങനെ ചൊല്ലിപ്പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം ഖവാഇദുൽ ഫിഖ്ഹിയ രചിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. ഗദ്യരൂപത്തിൽ കിതാബുകൾ എഴുതുന്നവരുണ്ട്, പദ്യരൂപത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതുന്നവരുണ്ട്. വളരെ ചെറിയ പെട്ടെന്ന് ചൊല്ലിപ്പഠിക്കാൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് ചൊല്ലിപ്പഠിക്കാൻ വേണ്ടി അറബിയിൽ അദ്ദേഹം നസ്മാക്കിയ മൻദൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഒരു പഠനം ആരംഭിക്കുന്നത്. അതിന്റെ ആമുഖമായ വരികൾ പറഞ്ഞ് ബാക്കി വിശദീകരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തുടങ്ങുന്ന ഒരു 4-5 വരി പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു കിതാബിലേക്ക് ഒരു ഗ്രന്ഥം പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിയ്യത്തോടു കൂടി, നല്ല ഉഷാറോടുകൂടി, നല്ല ആവേശത്തോടു കൂടി, ഊർജ്ജസ്വലരായി നമ്മൾ ഇരിക്കുക. ഇൻഷാ അല്ലാഹു തആല നമ്മൾ ആ ഒരു ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണ്.
പിന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന ചെറിയ വിഷയമല്ല, വലിയൊരു വിഷയമാണ്. അപ്പൊ അത് പഠിക്കുന്നത് കർമ്മശാസ്ത്രം ഇഷ്ടപ്പെടുന്നവരൊക്കെ പഠിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു സൗകര്യം ഈ പള്ളിയിൽ കിട്ടി എന്നുള്ളത് അള്ളാന്റെ വലിയ നിഅമത്താണ്. പള്ളികൾ ശരിക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളാവുകയാണ് ചെയ്യേണ്ടത്. പള്ളികളിൽ എന്താ പറയാ, വ്യത്യസ്ത ഉലൂമുകൾ, വ്യത്യസ്ത വിജ്ഞാനങ്ങൾ പഠിപ്പിക്കപ്പെടണം. അത് പിൽക്കാലത്ത് ആരും അറിയപ്പെടാതെ പിന്നെ ഒരു മൂലയിൽ പഠിപ്പിക്കപ്പെടാതെ എല്ലാവരിലേക്കും വിജ്ഞാനങ്ങൾ എത്തണം എന്നൊരു നിയത്തുകൂടി നമുക്കിതിന് പിറകിലുണ്ട്. പള്ളികൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വിജ്ഞാന കേന്ദ്രമായി മാറണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. ഖവായിദിലേക്ക് ഇന്ന് കടക്കുന്നില്ല. നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ആ ഒരു നദ്മിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു കവിതയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആമുഖം, അത് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം ബിസ്മി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഇത് ചെറിയൊരു കിതാബാണ്, ചെറിയൊരു ഗ്രന്ഥമാണ്. അപ്പൊ നമ്മളത് പഠിക്കാൻ തന്നെ ഇരിക്കുക. ഒരു കാര്യം ബസ്മലത്ത് കൊണ്ട് ആരംഭിക്കുമ്പോൾ നമുക്കറിയാലോ അതിന് പ്രത്യേകതകളുണ്ട്. ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന പലതിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നത്. അദ്ദേഹം തന്നെ ഈ ഒരു നല്ല സംസാരം, ഇത് കവിതയാണെങ്കിലും ഒരു നവമാണെങ്കിലും നല്ലൊരു സംസാരം, കോർവയത്തെ ഈ സംസാരം സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മൾക്കും തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ബിസ്മി കൊണ്ടാണ് തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ബസ്മലത്ത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹിൽ അലിയിൽ അർഫഖി വജാമിഇൽ അശ്യാഇ വൽ മുഫർരിഖി. ഇതാണ് തുടക്കം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സകല സ്തുതികളും. നമുക്കറിയാലോ ഒരു ഗ്രന്ഥം തുടങ്ങുമ്പോൾ ഹംദോണ്ട് തുടങ്ങും. അൽഹംദുലില്ലാഹ്, സകല സ്തുതികളും അല്ലാഹുവിനാകുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുകഴ്ത്തി പറയാം. ഒരാളെ നമ്മൾ പുകഴ്ത്തി പറയലാണ് സ്തുതി പറയാന്ന് പറഞ്ഞാൽ. ഹംദിൽ കുറച്ചുകൂടി ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാകും. ഹംദിൽ എന്തുണ്ടാകും? സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും കൂടുമ്പോഴാണ് ആ സ്തുതി എന്താകുന്നത്, ഹംദാകുന്നത്. അങ്ങനെയുള്ള സകല സ്തുതികൾക്കും ആ സ്തുതിക്കപ്പെടാൻ അർഹതയുള്ള സകല കാര്യങ്ങൾക്കും അർഹതയുള്ളത് അതിന് ഉടമസ്ഥൻ അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്. ഇത് മനസ്സറിഞ്ഞ് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകും. അൽ അലിയിൽ അർഫഖി, അള്ളാഹിനെ കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം അൽ അലി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്. അല്ലാഹുവിനെ കുറിച്ച് എന്ത് വിശേഷണം പറഞ്ഞാലും ഖുർആനിലും സുന്നത്തിലും പറഞ്ഞാലും അത് അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അലിയാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഉന്നതി അള്ളാഹുവിനുണ്ട്, ഔന്നിത്യം അള്ളാഹുവിനുണ്ട് എല്ലാ അർത്ഥത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് നമുക്കറിയാം. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണെന്ന് നമ്മൾ പറയാം. അപ്പൊ അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിന്റെയും ഉപരിയിലാണെന്ന് നമ്മൾ പറയും. അള്ളാഹു എവിടെയാണെന്ന് ഒരു അടിമസ്ത്രീനോട് ചോദിച്ചപ്പോ അടിമസ്ത്രീ പറഞ്ഞത് അള്ളാഹു ഫിസ്സമ, അള്ളാഹു ഉപരിയിലാണെന്നാണ്. അത് നമ്മുടെ അഖീദ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സ്ഥാനം കൊണ്ടും നമ്മളെ ഭരിക്കുക, നമ്മളെ അടക്കി ഭരിക്കുക, നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലും അള്ളാഹു പദവിയാലും അള്ളാഹു ദാത്തിനാലും അള്ളാഹു വിശേഷണങ്ങളാലും ഒക്കെ എത്രയോ ഉന്നതനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഉന്നതി മനസ്സിലാക്കി തന്നെ നമ്മൾ എത്രയോ താഴെയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്യുന്ന നിലത്ത് അള്ളാഹിന്റെ മുമ്പിൽ നമ്മളെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നിലത്ത് വെച്ച് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നത്. അൽഹംദുലില്ലാഹിൽ അലിയിൽ അർഫഖി. അർഫഖ് എന്ന് പറഞ്ഞാൽ നമ്മളോട് അനുകമ്പയുള്ള, ഏറ്റവും അനുകമ്പയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളോട് ഏറ്റവും അനുകമ്പയുള്ളവൻ, നമ്മളോട് റിഫ്ഖ് കാണിക്കുന്നവൻ, അനുകമ്പ കാണിക്കുന്നവൻ. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ എത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് നമ്മളോട് എത്ര റിഫ്ഖ് കാണിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്ത് കാണിച്ചിട്ടുണ്ട്? അനുകമ്പ കാണിച്ചിട്ടുണ്ട്. അള്ളാഹ് റഫീഖ് ആയതുകൊണ്ടാണ് നമ്മളെ വെറുതെ വിടുന്നത്, അള്ളാഹ് റഹീം ആയതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം അദ്ദേഹം പറയുന്നത് വജാമിഇൽ അശ്യാഇ. അദ്ദേഹം പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിനെയും ഒരുമിച്ച് ചേർക്കുന്നവനാണ്, പല വസ്തുക്കളെയും ഒരുമിച്ച് ചേർക്കുന്നവനാണ്. വൽ മുഫർരിഖി, പലതിനെയും പരസ്പരം വേർതിരിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിലും അള്ളാഹിന്റെ സൃഷ്ടികളിലും അള്ളാഹ്ക്കുള്ള ഒരു വിശേഷനാണ് പലതിനെയും അള്ളാഹ് ഒരുമിപ്പിക്കും. ഒരേ വിശേഷണമുള്ള പലതിനെ ഒരുമിപ്പിക്കും, എന്നാൽ വ്യത്യസ്ത വിശേഷണമുള്ളവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭിന്നിപ്പിക്കും. ശരീഅത്തിലും അങ്ങനെ തന്നെയാണ്. ഒരേ വിശേഷണമുള്ള ഹുക്കുമുകളെ, മതവിധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് ചേർത്ത് വെക്കും.
എന്നാൽ അതിന് നേരെ വിപരീതമാകുന്നവയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് വിഭജിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. അള്ളാഹുവിൻ്റെ ജംഅ നമ്മൾക്കറിയാം. അള്ളാഹ് നമ്മളെ ഒരുമിച്ച് കൂട്ടും, പല അർത്ഥത്തിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. അതേപോലെ തന്നെ പല വിശേഷണങ്ങളിൽ പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഈ വിശേഷണം അദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വലിയൊരു വിഷയമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന വിഷയം ഖവായിദുൽ ഫിഖ്ഹിയ, അൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് പിന്നെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അനുകമ്പ കാണിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അറിവ് കിട്ടുള്ളൂ. പല ആളുകളും ക്ലാസ് കേൾക്കും. ഇപ്പോൾ നമ്മൾ ജാമ്യയിൽ തന്നെ പഠിക്കുന്ന പല നാടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ജാമ്യയിലേക്ക് വരും. എല്ലാവർക്കും ഒരേപോലെ അറിവ് കിട്ടോ? ഇല്ല, എല്ലാവർക്കും ഒരേപോലെ അറിവ് കിട്ടൂല. ഇപ്പൊ നമ്മുടെ പള്ളിയിലും തന്നെ ഖുത്ബ കേൾക്കാൻ പല ആളുകൾ വരും. നമ്മുടെ ഉസ്താദിന്റെ ഖുത്ബ കേൾക്കാൻ പല ആളുകൾ പല നാട്ടിൽ നിന്ന് വരും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെയാണോ ആ ഖുത്ബ ഉൾക്കൊള്ളാൻ പറ്റുക? അല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഒരു കാരുണ്യവും അള്ളാഹുവിന്റെ ഒരു അനുകമ്പ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് പഠിക്കാൻ കഴിയുക. അള്ളാഹുവിന്റെ ഒരു അനുകമ്പ പ്രതീക്ഷിക്കണം നമ്മൾ ഈ വിഷയത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാത്സല്യം നമ്മൾക്കിതിൽ കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വിഷയം തന്നെ വ്യത്യസ്ത ഫിഖ്ഹിന്റെ വ്യത്യസ്ത അബ്വാബുകളിൽപ്പെട്ട വ്യത്യസ്ത അധ്യായങ്ങളിൽപ്പെട്ട പല ഹുക്മുകളെയും ക്രോഡീകരിക്കുന്ന പൊതു നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൊതു നിയമങ്ങൾ പഠിക്കുമ്പോൾ അത് ജാമിഉൽ അഷ്യാണ്, ഒരുമിപ്പിക്കുന്നതാണ്. ചിലതിന് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് തൊട്ട് ചില സാങ്കേതികമായ പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിനെ കുറിച്ച് പറയാണ് അടുത്ത വരിയിൽ ദിന്നിഅമിൽ വാസിഅത്തിൽ ഗസീറ വൽഹികമിൽ ബാഹിറത്തിൽ കസീറ. അല്ലാഹു ദിന്നിഅമി, എത്രയോ അനുഗ്രഹങ്ങളുടയവനാണ്. അല്ലാഹ് നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഓർക്കാൻ ശ്രമിക്കുമ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നമ്മുടെ ശരീരം നമ്മളെ മറപ്പിക്കുന്ന കാര്യമാണ്. രഹസ്യ പരസ്യ പ്രത്യക്ഷ പരോക്ഷ കണ്ട അറിയാത്ത, നമ്മളിതുവരെ അറിയാത്ത ഒരുപാട് നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്. അൽ വാസിഅ, വിശാലമായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ നിഅമത്താണ് സഹോദരങ്ങളെ അറിവ് പഠിക്കാൻ ഒരുമിച്ചിരിക്കുക എന്നുള്ളത്. അൽ ഗസീറ, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വൽഹികമിൽ ബാഹിറത്തിൽ കസീറ, അല്ലാഹു യുക്തിജ്ഞനാണ്. അല്ലാഹുക്ക് ഭയങ്കര എല്ലാ വിഷയത്തിലും അല്ലാഹുക്ക് യുക്തിയുണ്ട്. പ്രശോഭിതമായ യുക്തികളുണ്ട്, ധാരാളം യുക്തികളുണ്ട്. അല്ലാഹ് ഈ ഭൂമിയിൽ ഒരു ചെറിയ ഇല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും ഹിക്മത്ത് ഉണ്ട് എന്നാണ്. ഒന്നും അള്ളാഹു അറിയാതെ അള്ളാഹുവിന്റെ ഹിക്മത്തില്ലാതെ നടക്കൂല. അപ്പൊ അള്ളാഹ്ക്ക് എല്ലാത്തിലും ഹിക്മത്തുകളുണ്ട്. നമ്മളെ ഈ ക്ലാസ് നടക്കണം എന്നുള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളാണ്. അള്ളാഹ്ക്ക് എല്ലാത്തിലും യുക്തിയുണ്ട്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് സ്തുതിച്ചു. പിന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് ഞാൻ. മഅസലാമിൻ, നബിക്ക് അള്ളാഹുവിന്റെ രക്ഷയും ഉണ്ടാകണം, സ്വലാത്തും ഉണ്ടാകണം. അള്ളാഹു നബിക്ക് സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉന്നതന്മാരായ മുഖറബീങ്ങളായ അൽ മലഉൽ അല, അല്ലെങ്കിൽ ഉന്നതരായ മലക്കുകളുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് പുകഴ്ത്തി പറയലാണ് അള്ളാഹിന്റെ സ്വലാത്ത്. ആ സ്വലാത്ത് നബിക്കുണ്ടാകട്ടെ. എന്നെന്നും നിലനിൽക്കുന്ന സ്വലാത്ത് സലാം നബിതങ്ങളിൽ ഉണ്ടാകട്ടെ. അലർ റസൂലിൽ ഖുറശിയിൽ ഖാതമി, നബിയുടെ മേൽ, റസൂലുള്ളാഹിന്റെ മേൽ. നബി ഖുറശിയാണ്, അൽ ഖാതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംബിയാക്കളിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനുമാണ്. വ ആലിഹി വസഹ്ബിഹിൽ അബ്റാരി അൽഹായിസി മറാത്തിബൽ ഫഖാരി, നബി കുടുംബത്തിനും, അതായത് നബിയെ പിൻപറ്റിയ നബിയെ കുടുംബത്തിനും നബിയുടെ സ്വഹാബത്തിനും, നല്ലവരായ അബ്റാർ സച്ചരിതരായ നബി കുടുംബത്തിന് നബിയുടെ സ്വഹാബത്തിന്, അൽഹായിസി നേടിയവരാണവർ, ഹായിസ് എന്ന് പറഞ്ഞാൽ നേടിയവരാണവർ, അൽഹായിസി മറാത്തിബൽ ഫഖാരി പോരിശയുള്ള, അതായത് കീർത്തി നേടാനുള്ള ഫഖറിന്റെ എല്ലാ കാര്യങ്ങളും ഇവരാണ് സ്വഹാബത്ത്. സ്വഹാബത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കുന്നില്ല, അതേപോലെ നബിതങ്ങളെ പള്ളിയിൽ ഇരുന്ന് ക്ലാസ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം. ഇപ്പോ മദീന പള്ളിയിലൊക്കെ ആലോചിച്ച് നോക്കുകയാണ്, ഇന്നും ഇതേപോലെയുള്ള ദർസുകൾ നടക്കുന്നു. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നബിതങ്ങളുടെ പള്ളിയിൽ, ആ മദീന പള്ളിയിൽ എത്ര ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടി നബിയുടെ ക്ലാസ് കേട്ടിട്ടുണ്ടാകും. ആ സ്വഹാബത്തിന്റെ ഭാഗ്യം ആലോചിച്ച് നോക്കുകയാണ്. അവര് അള്ളാഹ് തെരഞ്ഞെടുത്ത വിഭാഗമാണ്. അവർ ഫഖർ നേടിയവരാണ്. പിന്നെ നമ്മൾ ഇതിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുന്നത്
ഇത് ആമുഖാണല്ലോ, നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അറിയാൻ പറയാണ്. ഈ 2 വരിയും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക. 2 വരിയും കൂടി അത് നല്ല ശ്രദ്ധിച്ചോളി. ഇഅലം ഹുദീത അന്ന അഫ്ളാലൽ മിനൻ ഇൽമുൻ യുസീലു ശക്ക അൻക വദ്ദറൻ. ഇഅലം, നീ അറിയണം. ഇഅലം, നീ അറിയണം. അത് പണ്ഡിതന്മാരുടെ ശൈലിയാണ്. ഒരു കാര്യം നമ്മൾക്ക് കുറച്ചുകൂടി അടുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. ഈ ഇലം നീ അറിയണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രത്യേകത ഉണ്ടല്ലോ. അറിയണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഇലം ഇജ് മനസ്സിലാക്കിക്കോ, ഇജ് പഠിച്ചു വെച്ചോ, ഇജ് അറിഞ്ഞു വെച്ചോ എന്ന് പറയുമ്പോൾ ഈ ഇലം ഹുദീത്ത, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ എന്നാണ് പ്രാർത്ഥനയാണ്. ഹുദീത്ത, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടു എന്നാണ് അതിന്റെ ഭാഷാർത്ഥം വരിക. പക്ഷെ അത് പ്രാർത്ഥനയാണ്. ഹുദീത്ത, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ. പണ്ഡിതന്മാരുടെ പ്രാർത്ഥന വലിയൊരു മെച്ചാണ്. നമ്മൾ ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും അതിൽ പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥത്തിൽ അൽ ഖവാഇദുൽ അർബഅ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം, അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ കരീം പിന്നെ അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറതി. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, അർശിന്റെ ഉടയവൻ, കരീമായ അർശിന്റെ ഉടയവൻ, അതേപോലെ അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നിന്നെ ദുനിയാവിലും ആഖിറത്തിലും വലിയായി സ്വീകരിക്കട്ടെ. വയജഅലക മുബാറകൻ ഐനമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹ് നിന്നെ അനുഗ്രഹീതനാക്കട്ടെ, ബർക്കത്തുള്ളവനാക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കും പണ്ഡിതന്മാർ, ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ തന്നെ ഇമാം സഅദിയുടെ ഒരു പ്രാർത്ഥന, ഇഅലം, നീ അറിയണം, ഹുദീത, അള്ളാഹ് നിനക്ക് ഹിദായത്ത് തരട്ടെ, അന്ന അഫ്ളലൽ മിനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളിൽ, മിന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഇൽമുൻ, എന്താണ്? അറിവാണ്. അറിവ് കിട്ടിയാൽ നമുക്കറിയാം തൗഹീദും ഹിദായത്തുമാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം, അല്ലെ? നമ്മൾ മുസ്ലിമായി ജനിച്ചു, തൗഹീദിൽ ജീവിക്കാൻ പറ്റി, തൗഹീദിൽ വളരാൻ പറ്റി, അല്ലെങ്കിൽ തൗഹീദ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്ത്. നമ്മൾക്ക് വിഷമം വരുമ്പോൾ ജാറങ്ങളിലേക്ക്, അതുപോലെ തന്നെ മറ്റേ മണ്ഡപങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയോ ജാറോ ഒന്നും നമ്മൾ പോണില്ലല്ലോ. നമ്മൾക്ക് വിഷമം വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്ന് മനസ്സറിഞ്ഞ് പറയല്ലേ ചെയ്യുക. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കല്ലേ ചെയ്യുക. അത് വലിയ നിഅമത്താണ്. അപ്പോൾ തൗഹീദ് അറിവാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയാണ്, എങ്ങനെയുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്? ഇൽമുൻ യുസീലു ശക്ക. ആ ഇൽമാണ് പഠിച്ചാൽ നിനക്ക് സംശയമൊക്കെ നീങ്ങണം, നിന്റെ സംശയമൊക്കെ പോകണം. അതായത് കുറേ ക്ലാസ് കേൾക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ നീങ്ങി നമുക്ക് ദീനിലൊരു സംശയമില്ലാതെ, ആശയക്കുഴപ്പമില്ലാതെ, നമ്മുടെ അഖീദ ഉറച്ച്, നമ്മുടെ വിശ്വാസകാര്യങ്ങൾ അങ്ങ് ശരിയായി, അള്ളാഹുവിനോട് ഇഷ്ടം തോന്നി, ഇൽമുൻ യുസീലു ശക്ക അൻക, നിന്നെ തൊട്ട് സംശയങ്ങളൊക്കെ നീങ്ങണം, വദ്ദറൻ, മാലിന്യങ്ങളൊക്കെ നീങ്ങിപ്പോണം. അതായത് ഇൽമു പഠിച്ചാൽ നല്ല സ്വഭാവമാകും, ശരീരത്തിൽ നിന്ന് കേടുകൾ പോകും, മോശപ്പെട്ട ചിന്തകൾ ഉണ്ടെങ്കിൽ അത് മാറും. അതാണ് കൃത്യമായൊരു ആലിമ്. എല്ലാ ഇൽമു പഠിക്കുന്നവർക്കും ഇല്ല. ഇൽമു പഠിച്ചിട്ട് ഈ ഒരു മെച്ചം കിട്ടിയാൽ അതാണ് ഇൽമ്, അതല്ലാത്തൊന്നും ഇൽമല്ല. ഇൽമു പഠിച്ചു, അറിവ് പഠിച്ചിട്ട് ഈ മെച്ചം കിട്ടണം. എന്താണ് മെച്ചം? ദുസ്വഭാവങ്ങൾ നീങ്ങി കിട്ടണം, മോശമായ അഖീദകളും ബിദ്അത്തുകളും ജീവിതത്തിൽ നിന്ന് പോകണം. അപ്പൊ അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. നമ്മളെ എന്താ പറയുക, വലിയ ഫിത്തന, നമ്മുടെ ഹൃദയത്തിന് പെട്ടെന്ന് ഫിത്തനകൾ ബാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന് പെട്ടെന്ന് ഫിത്തനകൾ ബാധിക്കും. ഫിത്തനകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ അതിപ്രസരം, അത് എല്ലാവരും ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് തന്നെ പിന്നെ നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതിക്കാരും അവർക്ക് തോന്നിയതൊക്കെ പറയാലോ. എല്ലാ മാലിന്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും, എല്ലാ മാലിന്യങ്ങളും കാണാൻ പറ്റും. നല്ലതും ഉണ്ടാവും, ഇടക്ക് മോശമുള്ളതുണ്ടാവും, ഇടക്ക് ഏറ്റവും മോശമുള്ളതുണ്ടാവും, ഇടക്കൊക്കെ നല്ലതുണ്ടാവും. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ നമ്മുടെ കൽബിന് രോഗം വരും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഇന്നാലിപ്പേ അതൊക്കെ ഇപ്പൊ 6-ാം നൂറ്റാണ്ടില് പറഞ്ഞതല്ലേ, ഇപ്പൊ നമ്മളിപ്പോ അത് ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നിപ്പോ. അതിപ്പോ നമ്മളോടൊന്നല്ലേ. പിന്നെ അത് ഇപ്പൊ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് പിന്നെ അന്നത്തെ കാലത്ത് നാട്ടിൽ കുറെ മരുഭൂമികളും ചളിയും പൊടിയൊക്കെ ആവും,
അപ്പൊ അതാണ് കേച്ചെടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മളാണ് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഇങ്ങനെ കുറെ കേട്ടിട്ട് നമ്മുടെ വക കുറെ വ്യാഖ്യാനങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ദീൻ തെറ്റിപ്പോകലും മാറിക്കിട്ടണം. അതേപോലെ തന്നെ കൽബിന് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതും പോയി കിട്ടണം. കൽബിന് പെട്ടെന്ന് രോഗം ബാധിക്കും, ഇങ്ങനെയുള്ള രോഗങ്ങൾ ബാധിക്കും. അതേപോലെ ശഹ്വത്തുകൾ, വികാരങ്ങൾ ബാധിക്കും. അതൊക്കെ നീങ്ങി കിട്ടണമെങ്കിൽ ഇൽമ് കിട്ടന്നെ വേണം, അറിവ് പഠിക്കന്നെ വേണം. വേറൊരു പരിഹാരമല്ല. അറിവ് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അറിവ് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അറിവ് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നിടത്തൊക്കെ നമ്മൾ എത്തണം. അറിവ് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക, എന്നിട്ട് അത് പ്രബോധനം ചെയ്യാം. നമ്മൾ ദഅവത്തിന്റെ ആളുകളാണ്. അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് ദഅവ പ്രവർത്തനങ്ങൾ നമ്മളുണ്ട്. അതിന്റെ സ്റ്റെപ്പ് നമുക്കറിയാം. നമ്മൾ അറിവ് പഠിക്കണം, എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പകർത്തണം. നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ക്ഷണിക്കണം. ഇതിലുള്ളതിലൊക്കെ നമ്മൾ ക്ഷമിക്കും വേണം. ഇതിലുള്ളതൊക്കെ നമ്മൾ ക്ഷമിക്കും വേണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. നേരെ അറിവ് പഠിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് അതൊരു ശരിയായ രീതിയല്ല. നമ്മൾ പ്രബോധനം ചെയ്യണം. ദഅവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കണം. സ്വഹാബത്തൊക്കെ ഒഴിഞ്ഞു വെച്ച പോലെ നമ്മൾ മാറ്റി വെക്കണം. പക്ഷെ അതേ സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? ഈ അറിവ് പഠനത്തിന്റെ എല്ലാ പ്രത്യേകതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അറിവേ ഉപകാരപ്പെടുള്ളൂ. വയക്ഷിഫുൽ ഹഖ്ഖലിദിൽ ഖുലൂബി വയൂസിലുൽ അബ്ദ ഇലൽ മത്ലൂബി. ഹൃദയത്തിന് വയക്ഷിഫു വെളിവാക്കി കൊടുക്കും അൽ ഹഖ്ഖ സത്യത്തെ ലിദിൽ ഖുലൂബി ഹൃദയമുള്ളവർക്ക് സത്യം വെളിവാക്കി കൊടുക്കും അറിവ്. വയൂസിലുൽ അബ്ദ ഒരടിമയെ എത്തിക്കും ഇലൽ മത്ലൂബി എങ്ങോട്ടെത്തിക്കും? അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. അവൻ എന്താണോ സ്വർഗമാണോ തേടുന്ന അങ്ങോട്ട് എത്തിക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കുന്ന, ദീനിൽ ഉറപ്പുണ്ടാക്കുന്ന, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നബിനോട് മഹബത്ത് ഉണ്ടാക്കുന്ന, സുന്നത്തുകളോട് ഇഷ്ടമുണ്ടാക്കുന്ന, അങ്ങനെ ദീനിനോട് താല്പര്യം ഉണ്ടാക്കുന്ന അറിവാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ അറിവ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കുറേ കിതാബ് ഓതി, കുറേ കിതാബുകൾ ഓതി, എന്തൊക്കെയോ ഫിഖ്ഹും ഉസൂൽ ഫിഖ്ഹും ഖവായിദുൽ ഫിഖ്ഹിയയും ഉസൂലുൽ ഹദീസും തഖ്രീജും അതുപോലെ തന്നെ ജർഹ് വ തഅദീലും അങ്ങനെ എല്ലാം പഠിച്ചു. വലിയ ഉലൂമുകളും ഉലൂമുൽ ഖുർആനും തഫ്സീറും ഒക്കെ പഠിച്ചു. പക്ഷെ ജീവിതത്തിൽ നിന്ന് മോശപ്പെട്ട സ്വഭാവങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ അത് അറിവല്ല, വിജ്ഞാനല്ല, നാഫിയായ അറിവാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരാമുഖം പറഞ്ഞു എന്ന് മാത്രമാണ്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായി തന്നെ ഈ പൊതു നിയമങ്ങളിലേക്ക് കടക്കും. ഈ പൊതു നിയമങ്ങൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് കീഴെ ഏതൊക്കെ വരും, എന്തൊക്കെ നമുക്ക് അതിനൊരു ഉദാഹരണ സഹിതം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കഴിയുമെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാനും പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കത് അങ്ങനെ കണ്ടു പഠിക്കാനും അതേപോലെ തന്നെ എഴുതി പഠിക്കാനും. നമ്മുടെ ഇത് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു വലിയ സംഭവമാണ്. നമ്മൾ അതിൽ ചെറിയ കുട്ടികളാണ്, വളരെ ശിശുക്കളാണ്. നമ്മളൊക്കെ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ നമുക്കതിൽ വളരെ പരിമിതമായ ജ്ഞാനമേ ഉള്ളൂ. നമ്മളത് പഠിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഒരു വലിയ ബഹറിന്റെ ഓരത്തുനിന്ന് ഇങ്ങനെ കോരുകയാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ആണ് പഠിക്കാൻ ഇറങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യും. അറിവ് പഠിക്കാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഈ ഹച്ചൽ ഹീറ്റാൻ ഫിൽമാകുന്നല്ലേ, ഈ ആഴിയിലെ മത്സ്യങ്ങൾ വരെ പാപമോചനം തേടും ഒരു പണ്ഡിതന് വേണ്ടി. അതേപോലെ തന്നെ അറിവ് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള ഈ അറിവ് പഠിക്കുന്നവർക്ക് ഒരു ആലിം മരിച്ചാൽ ശൈത്താൻ അത്ര വെറുപ്പാണെന്നാണ്. അറിവുള്ളവർ മരിച്ചാൽ, കുറെ ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ മരിച്ചാൽ ശൈത്താൻ അത്ര ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവില്ല. പക്ഷെ അറിവുള്ള ഒരാൾ മരിച്ചാൽ ശൈത്താൻ ഭയങ്കര സന്തോഷമാണെന്ന്. മരിച്ചാൽ അത്ര വെറുപ്പെന്നല്ല, ശൈത്താൻ അത്ര സന്തോഷമാണെന്ന്. ശൈത്താൻ അത്ര സന്തോഷിക്കും. കാരണം അറിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നറിയും. മറ്റവരെല്ലാം ചെയ്യും, നല്ലതാണെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യും. അറിവുള്ളവർ വേണ്ടതേ ചെയ്യൂ. ആ ചെയ്യുന്നതിൽ പക്കയായിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വീകാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ അറിവുള്ളവരാകണം എന്നുള്ളതാണ് നമ്മുടെ ഈ വേങ്ങര പള്ളിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ദർസ് വെച്ചതിന്റെ നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ വേണ്ടി തന്നെ അടുത്ത ആഴ്ച തൊട്ട് വരിക. നമ്മൾ വിശദമായി തന്നെ പഠിക്കും. ഓരോന്നും മുറിച്ച് പറഞ്ഞ് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ രൂപത്തിൽ നമ്മളത് മുറിച്ച് പറഞ്ഞ് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയൊരു നിയത്തിലേക്കാണ്, വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. നമുക്കറിയില്ല ആരൊക്കെ അത് അവസാനം വരെ ഉണ്ടാകും എന്നറിയില്ല.
ഇത്തരത്തിലുള്ള ഉലൂമുകൾ പഠിക്കുമ്പോൾ പിന്നെ ആരൊക്കെയാണ് അവസാനം വരെ ഇതിൽ നിലകൊള്ളുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ആദ്യം തൊട്ട് അവസാനം വരെ നല്ല നിയ്യത്തോടു കൂടി വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെ അള്ളാഹിൻ്റെ ദീനൊന്ന് ആഴത്തിൽ പഠിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് തന്നെ അതെല്ലാ വിജ്ഞാനങ്ങളിലും അങ്ങനെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ടിറങ്ങുക. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് നമ്മൾക്ക് ഉണ്ടാകും. നമുക്ക് അറിവ് വേണ്ടത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ശക്ക് പോകണം, സംശയം പോകണം, മലിനതകളൊക്കെ നീങ്ങണം, ദറനുകളൊക്കെ നീങ്ങണം ഇൻഷാ അല്ലാഹു തആല. അതന്നെയാണ് പ്രത്യേകിച്ച് ദർസ് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ കുറച്ചുകൂടി നോട്ട്ബുക്കൊക്കെ എടുത്ത് വരിക ഇൻഷാ അല്ലാഹ്. ദർസിൽ പഠിക്കുന്നവർ പ്രത്യേകിച്ച് കുറച്ചുകൂടി നോട്ട്ബുക്കൊക്കെ എടുത്ത്, ബാക്കിയുള്ളവർ എടുക്കണമെന്നല്ല, ആ കോപ്പി ഇൻഷാ അല്ലാഹ് ഞാൻ PDF അയക്കാം, അതെല്ലാവർക്കും എടുത്ത് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് മുറിച്ച് അർത്ഥം വെക്കണമെങ്കിലേ അർത്ഥം വെച്ച് തന്നെ പോവാ. അങ്ങനെ തന്നെയാണ് നമ്മൾ അറബി ഇതൊക്കെ പഠിക്കുക. മെല്ലെ മെല്ലെ തന്നെ ഇങ്ങനെ ഈ മദീന പള്ളിയിലൊക്കെ പണ്ഡിതന്മാർ ദർസിൽ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ തിരിയുക. അവിടുത്തെ ആളുകൾക്കൊക്കെ അറബി ഇതൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പം ഇത് നിലനിൽക്കാനും തുടർത്താനും എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു ആവേശപ്പുറത്തല്ല, നമ്മൾ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി അള്ളാന്റെ ഇഷ്ടം കിട്ടാനും വേറെ ലക്ഷ്യങ്ങൾ നമുക്കില്ല, അള്ളാന്റെ ഇഷ്ടം സമ്പാദിക്കാനും അള്ളാന്റെ അടുത്ത് ഏറ്റവും അടുത്ത ആളാകാനാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ അറിവ് പഠിക്കാനും പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിന്റെ ആ ഒരു പൊതുനിയമങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദീനിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ടാകാനും അള്ളാഹു ഈ ക്ലാസ്സിലൂടെ അതൊരു വസീലയായി കണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അലം. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.